ഇന്ന് നമുക്ക് ഈ ജീൻസ് കട്ടിയുള്ള 2 ലെയറായിട്ടാണ് ഞാൻ ഇട്ടിരിക്കുന്നത്. ഇത് നമ്മുടെ സാധാരണ ഓർഡിനറി മെഷീനിൽ എങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്യുന്നതെന്ന് നോക്കാം. അതുപോലെ തന്നെ ജീൻസ് ഞാൻ വീണ്ടും ഒരു 4 ലെയറാക്കി പ്ലീറ്റ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതും വളരെ സ്മൂത്ത് ആയിട്ട് നമുക്കിവിടെ തയ്ച്ചു പോയി. അപ്പോൾ ഇതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ഇതുപോലെ കട്ടിയുള്ള തുണികൾ തയ്ക്കാനായിട്ടുള്ള ഒരു 3-4 ഐഡിയകളാണ് ഞാനിവിടെ പറയുന്നത്. അപ്പോൾ നിങ്ങൾ വീഡിയോ അവസാനം വരെയും കാണുക. ഹായ്, ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ഫ്രോക്സ്. ഇന്നത്തെ നമ്മുടെ വീഡിയോ ഒരു മെഷീൻ പ്രോബ്ലത്തെ കുറിച്ചുള്ളതാണ് കേട്ടോ, സ്റ്റിച്ചിങ് അല്ല. കാരണം എനിക്ക് ഒത്തിരി കമൻറ്റ് വരുന്ന ഒരു സംശയമാണിത്. അപ്പോൾ ഞാനത് കമൻറ്റ് ബോക്സിൽ കൂടി ആൻസർ ചെയ്തിട്ടും കൃത്യമായിട്ട് കിട്ടുന്നില്ല എന്ന് തോന്നുന്നു. അപ്പോൾ പിന്നെ അതൊരു വീഡിയോ ആയിട്ട് തന്നെ ചെയ്യാമെന്ന് വിചാരിച്ചു. നമ്മുടെ സാധാരണ സിംഗിൾ മെഷീനിൽ, ഓർഡിനറി മെഷീനിൽ കട്ടിയുള്ള തുണി തയ്ക്കുമ്പോൾ അല്ലെങ്കിൽ കട്ടിയുള്ള ഭാഗം വരുമ്പോൾ അത് പൊട്ടിപ്പോകുന്നു, നൂല് പൊട്ടിപ്പോകുന്നു എന്ന് പറഞ്ഞിട്ടാണ് ധാരാളം. അത് എന്തുകൊണ്ടാണ് എന്ന് ചോദിച്ചിട്ടാണ്, അല്ലെങ്കിൽ സൂചി ഒടിയുന്നുണ്ട്. കോമൺ ആയിട്ട് നൂല് പൊട്ടിപ്പോകുന്നു എന്നുള്ളതാണ് പ്രശ്നം. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ സാധാരണ മെഷീനിൽ കട്ടിയുള്ള ഈ പാൻറ് പോലെയുള്ള തുണികളൊക്കെ തയ്ക്കാൻ ബുദ്ധിമുട്ട് തന്നെയാണ്. അത് ശരിക്കും ഡബിൾ മെഷീൻ അല്ലെങ്കിൽ അതിലും വലിയ മെഷീനുകളിലൊക്കെ തന്നെയാണ് തയ്ക്കുന്നത്. പിന്നെ നമ്മുടെ അത്യാവശ്യത്തിന് വേണ്ടിയിട്ട് നമുക്ക് കുറച്ചൊക്കെ അതിൽ സ്റ്റിച്ച് ചെയ്യാം. അതിനുള്ള കുറച്ച് ട്രിക്കുകളൊക്കെയാണ് ഞാൻ പറയുന്നത്. അപ്പോൾ ഒന്നാമതായിട്ട് എനിക്ക് പറയാനുള്ളത്, നമ്മളൊരു കട്ടിയുള്ള തുണി തയ്ക്കുമ്പോൾ യൂസ് ചെയ്യേണ്ട സൂചി 18-ാം നമ്പർ സൂചിയാണ്. അപ്പോൾ ഞാൻ നീഡിലിനെ കുറിച്ചുള്ള ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് ചാനലിൽ, നിങ്ങൾ അതുകൂടി ഒന്ന് കണ്ടു നോക്കണം. കട്ടി കുറഞ്ഞ തുണി തയ്ക്കുമ്പോഴും കട്ടി കൂടിയ തുണി തയ്ക്കുമ്പോഴും നോർമൽ തയ്ക്കുമ്പോഴും ഒക്കെ ഉപയോഗിക്കേണ്ട സൂചികളെക്കുറിച്ച്, ബനിയൻ ക്ലോത്ത് തയ്ക്കുമ്പോൾ അങ്ങനെയൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ നമ്മൾ കട്ടി കൂടിയ തുണി തയ്ക്കുമ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് ഇപ്പോൾ ഒരു നിക്കറോ അങ്ങനെയൊക്കെ തയ്ക്കാനുണ്ടെങ്കിൽ ഒരു 18-ാം നമ്പർ സൂചി നിങ്ങൾ വാങ്ങി വെച്ചേക്കുക. അത് തയ്ക്കുമ്പോൾ മാത്രം നിങ്ങൾ ആ സൂചി ഉപയോഗിച്ചാൽ മതി. ഇനി അടുത്തതായിട്ട് നമ്മൾ മെഷീനിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. അപ്പം മെഷീനിൽ ശ്രദ്ധിക്കേണ്ടത് ആദ്യം നമ്മുടെ ഈ ടെൻഷൻ, ഇവിടെ നമ്മൾ തയ്ക്കുന്ന ഒരു ടെൻഷൻ ഉണ്ടാവുമല്ലോ, നമുക്ക് വളരെ കംഫർട്ടായിട്ട് നിങ്ങൾ വെച്ചിരിക്കുന്ന ഒരു ടെൻഷൻ ഉണ്ടാവും. കുറച്ച് ഭാഗം കട്ടി കുറഞ്ഞ തുണി വന്നിട്ടായിരിക്കും പെട്ടെന്ന് ഒരു മടക്കോ അല്ലെങ്കിൽ കട്ടി കൂടിയ പോർഷൻ വരുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നിങ്ങൾ ഈ ടെൻഷൻ ഒരല്പം റിലീസ് ചെയ്യുക, അല്പം ഒന്ന് റിലീസ് ചെയ്ത് കൊടുക്കുക. അതായത് കുറച്ചും കൂടി സ്മൂത്തായിട്ട് ഈ നൂല് വരത്തക്ക രീതിയിൽ വളരെ കുറച്ച് മാത്രം കേട്ടോ, ഒത്തിരി റിലീസ് ചെയ്ത് കൊടുക്കരുത്, സ്റ്റിച്ചിങ് ശരിയാവില്ല. വളരെ കുറച്ചൊന്ന് റിലീസ് ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ നിങ്ങൾ സ്റ്റിച്ച് ചെയ്യുന്നതിന് മുമ്പായിട്ട് ഇവിടെ നന്നായിട്ട് ഓയിലിടുക. ഈ സ്പൂൾ ഇങ്ങനെ അകത്തിയിട്ട് ഇവിടെ നന്നായിട്ട് ഓയിലിട്ട് കൊടുക്കുകയും ചെയ്യുക. പിന്നെ അടുത്തതായിട്ട് ചെയ്യേണ്ട കാര്യം, നമ്മളിങ്ങനെ സ്റ്റിച്ച് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്നൊരു പൊന്തിയ ഭാഗമോ അല്ലെങ്കിൽ ഒരു ബമ്പ് പോലെയുള്ള ഭാഗമൊക്കെ വരുമ്പോൾ നമ്മളിവിടെ ഒന്ന് റിലീസ് ചെയ്ത് കൊടുക്കുന്നതോടൊപ്പം തന്നെ കണ്ടോ ഈ ഫുഡ് ലിഫ്റ്റർ ഇങ്ങനെ കൈ കൊണ്ട് ഒന്ന് ജസ്റ്റ് പൊക്കി കൊടുക്കുക. ഫുള്ളായിട്ട് പൊക്കി വെക്കണ്ട, ഫുള്ളായിട്ട് അത്രയും തിക്നെസ് ഉള്ള തുണിയാണെങ്കിൽ ഫുള്ളായിട്ട് വെക്കുക. അല്ലെങ്കിൽ വളരെ ചെറുതായിട്ട് ഇതൊന്ന്, അതായത് ഈ തുണിക്കൊന്ന് കയറി ഇറങ്ങി പോകാൻ ഒരു സൗകര്യത്തിന് വേണ്ടിയിട്ട് ജസ്റ്റ് ചെറുതായിട്ടൊന്ന് നമ്മൾ തയ്ക്കുന്ന പോർഷനിൽ നിന്നും അല്പം ഒന്ന് ഉയർത്തി കൊടുക്കുക. അപ്പോൾ അത് കഴിയുമ്പോൾ പഴയ പൊസിഷനിൽ തന്നെ ഇത് വെക്കുകയും ചെയ്യുക. ഇനി അടുത്ത കാര്യം, കണ്ടിന്യൂസ് ആയിട്ട് കട്ടിയുള്ള തുണി തന്നെ, അതായത് ഒരു തുണിയുടെ മടക്കിയ ഭാഗം വല്ലോ, അല്ലെങ്കിൽ ഇപ്പോൾ തന്നെ ഫ്രോക്കിൻ്റെ ഇത്തിരി കട്ടിയുള്ള ഒരു ഫ്രോക്കാണെങ്കിൽ, കട്ടിയുള്ള തുണിയുടെ ഫ്രോക്കാണെങ്കിൽ അതിൻ്റെ ടോപ്പും ബോട്ടവും തമ്മിൽ കൂട്ടി തയ്ക്കുന്ന ഒരു പോർഷൻ വരികയാണെങ്കിലോ, അല്ലെങ്കിൽ നിറയെ ഫ്രിൽസ് വരുന്ന ഒരു പോർഷനൊക്കെ ആണെങ്കിൽ അത് ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ ഇവിടെ ഒരല്പം റിലീസ് ചെയ്യുകയും ഇവിടെ നന്നായിട്ട് ഓയിലിട്ട് കൊടുക്കുകയും ചെയ്യുക. അതോടൊപ്പം തന്നെ ഇത് ശരിക്കും നമ്മൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ, ഈ കട്ടിയുള്ള പോർഷൻ സ്റ്റിച്ച് ചെയ്യുമ്പോൾ മാത്രമേ ഇത് ചെയ്യാവൂ കേട്ടോ. ഈ നീഡിലില്ലേ, നമ്മുടെ നീഡിൽ, ഇവിടെ നീഡിലിൻ്റെ സ്ക്രൂ ആണിത്, അറിയാമല്ലോ. നീഡിൽ ചേഞ്ച് ചെയ്യുന്നതും നീഡിൽ ഇടുന്നതും ഒക്കെ ആയിട്ടുള്ള വീഡിയോസ് ഞാൻ ചാനലിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതുകൂടി ഒന്ന് കണ്ടു നോക്കിക്കോ കേട്ടോ, സംശയമുള്ളവർ, നീഡിലിടാൻ അറിയാൻ പാടില്ലാത്തവരൊക്കെ ആണെങ്കിൽ. അപ്പോൾ ഇതൊന്ന് ജസ്റ്റ് ചെറുതായിട്ടൊന്ന് റിലീസ് ചെയ്തിട്ട് ഒരു നീഡിലൊരു സ്വല്പം എന്ന് വെച്ചാൽ ഒത്തിരി താഴ്ത്തി കൊടുക്കരുത്, ഒന്ന് താഴ്ത്തി കൊടുത്തിട്ട് ഇതങ്ങ് ടൈറ്റ് ചെയ്യുക. കാര്യം നീഡിലിടുമ്പോൾ നമുക്കറിയാം, നമ്മൾ നീഡിലിടുന്ന മുകളിൽ ചെന്ന് തട്ടുന്ന ഒരു പോർഷൻ വരും, അതാണ് നീഡിലിടുന്ന കറക്റ്റ് പൊസിഷൻ. നീഡിൽ നമ്മൾ സാധാരണ സ്റ്റിച്ച് ചെയ്യുമ്പോൾ അങ്ങനെ ഇട്ട് തന്നെ വേണം സ്റ്റിച്ച് ചെയ്യേണ്ടത്. അപ്പോൾ ഈ കട്ടിയുള്ള പോർഷന് വേണ്ടി മാത്രമുള്ള ഒരു ടിപ്പാണിത്. അതോടൊപ്പം തന്നെ നമ്മുടെ സ്റ്റിച്ചിങ് സ്പേസ്, നമ്മളിപ്പോൾ സ്റ്റിച്ചിങ് സ്പേസ് 2-ലൊക്കെ ഇട്ടായിരിക്കും നോർമൽ തയ്ക്കുന്നത്, 2-ലോ അല്ലെങ്കിൽ 2.5-ലോ ഒക്കെ. അപ്പോൾ ഒരല്പം അതും സ്റ്റിച്ചിങ് സ്പേസ് താഴ്ത്തി കൊടുക്കുക. അതായത് ഇപ്പോൾ 2.5 ആണെങ്കിൽ 2.25-ഓ 2 ആക്കി കൊടുക്കാം. ഇപ്പോൾ
രണ്ടാണെങ്കിൽ 1.25 1.5 ഒക്കെ ആക്കി കൊടുക്കുക. ആ കട്ടിയുള്ള പോർഷൻ വരുമ്പോൾ മാത്രം. അതിനുശേഷം നമ്മൾ കട്ടിയുള്ള തുണി തയ്ക്കുക. കട്ടിയുള്ള തുണി തയ്ച്ചതിന് ശേഷം തീർച്ചയായിട്ടും നിങ്ങൾ ഈ നീഡിൽ പഴയ പൊസിഷനിൽ തന്നെ ആക്കണം. ഇല്ലെങ്കിൽ നമുക്ക് സാധാരണ സ്റ്റിച്ച് ചെയ്യാൻ പറ്റില്ല കേട്ടോ, നീഡിലത് കംപ്ലൈൻറ്റ് വരും. അതുപോലെ തന്നെ അല്ലാത്തപ്പോൾ ഇതിൻ്റെ ടെൻഷനും നിങ്ങൾ തയ്ക്കുന്ന പൊസിഷനിൽ തന്നെ ആക്കി വെക്കുക. ഞാൻ ഇപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഇവിടെ ഒരല്പം റിലീസ് ചെയ്ത് ഇവിടെ നന്നായിട്ട് ഓയിൽ ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നീഡിലൊരല്പം താഴ്ത്തുകയും സ്റ്റിച്ചിങ് സ്പേസ് ഒരല്പം കുറയ്ക്കുകയും ചെയ്തിട്ട് ഇത് ജീൻസിൻ്റെ ക്ലോത്താണ്. ഇത് 16-ാം നമ്പർ നമ്മൾ സാധാരണ തയ്ക്കുന്ന നീഡിൽ തന്നെയാണ് കേട്ടോ. ജീൻസിൻ്റെ ക്ലോത്താണിത്. ഇത് രണ്ടായിട്ട് ഫോൾഡ് ചെയ്തിരിക്കുകയാണ്. നോർമലി ഇതിൽ കൂടി ഇറങ്ങി പോകാൻ ഒരല്പം കട്ടിയായിരിക്കും. അപ്പോൾ ഇങ്ങനെ തയ്ക്കുമ്പോൾ കുറച്ച് സ്മൂത്തായിട്ട് തന്നെ നമുക്ക് ഇതിങ്ങനെ തയ്ക്കാൻ പറ്റും കേട്ടോ. നന്നായിട്ട് തന്നെ നമുക്ക് സ്റ്റിച്ച് വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് ഉപകാരമാവും എന്ന് വിചാരിക്കുന്നു. എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവുമെന്നും വിചാരിക്കുന്നു. അപ്പോൾ ഇപ്പോൾ ലോക്ക്ഡൗൺ ഒക്കെ ആയതുകൊണ്ട് നമുക്കിപ്പോൾ സൂചി വേറെയൊക്കെ വാങ്ങിക്കാനൊക്കെ പോകാൻ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ നമ്മുടെ സാധാരണ സൂചി തന്നെ ഇങ്ങനെ ചെറിയ അഡ്ജസ്റ്റ്മെൻ്റ് ഒക്കെ നടത്തി അത്യാവശ്യം നമുക്ക് കട്ടിയുള്ള തുണിയൊക്കെ തയ്ച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരും സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം. എല്ലാവരും ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.